കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയാ വിവാദത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന ഓർത്തോ വിഭാഗം മേധാവി. തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായ പരാതിയാണിത്. കമ്പി പുറത്തേക്ക് വന്നതല്ല, അത് അങ്ങനെ തന്നെ വെച്ചതാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രിയോട് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ ജേക്കബ് മാത്യു വ്യക്തമാക്കി. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒടിഞ്ഞ ഭാഗത്ത് പ്ലേറ്റ് ചെയ്തു, പിന്നെ താഴത്തെ ജോയിൻ്റ് ഇളകിയതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി പുറമേ നിന്നൊരു കേവർ, ഒരു കമ്പി പുറത്ത് നിന്ന് തൊലിപ്പുറത്ത് നിന്ന് അകത്തോട്ട് ഇട്ടേക്കണേ. അതാണ്. അപ്പം ആ രണ്ടാമത്തെ കമ്പി 4 ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ, ലിഗമെൻറ്റ്സ് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അത് മാറ്റാം. അതുകൊണ്ടാണ് അത് പുറത്തോട്ട് വെച്ചേക്കണം. തൊലിപ്പുറത്ത് വെച്ച് അല്പം വളച്ച് തന്നെ വെച്ചേക്കണം. എടുക്കാൻ വേണ്ടി അകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കാനും വേണ്ടിയാണ് അതങ്ങനെ വെച്ചേക്കണം. അപ്പോൾ അത് ഇന്നലെ ഇത് കേട്ടോടുകൂടി തന്നെ കാലത്ത് തന്നെ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചു. അതിൻ്റെ എക്സ്റേ കണ്ടു. അതിൻ്റെ അത് യാതൊരു അപാകതയും ഞാൻ കാണില്ല. മാധ്യമങ്ങൾ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു, അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യമില്ല. സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തേക്കണം. അത് ഞാൻ വകുപ്പ് നിലക്കും പ്രിൻസിപ്പൽ നിലയ്ക്ക് എത്രയും വേഗം അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്ന് തന്നെ തുടങ്ങണം. പോലീസ് ഓൾറെഡി വന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണ സഹകരണം തരും. സത്യാവസ്ഥ എന്താണെന്ന് നേരിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞു. സത്യാവസ്ഥ എന്താണെന്നാണ് മീഡിയനോട് അറിയിക്കണമെന്ന് പറഞ്ഞു. DME എന്നുള്ള നിലക്കും പറഞ്ഞു.